ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന മോഷണം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ നടപടി സ്വീകരിച്ചതായി നഗരസഭാ ചെയർമാൻ എബി ജോർജ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒരു ബാത്റൂമിലെ മുഴുവൻ വാട്ടർ ടാപ്പുകളും അതിൻ്റെ സപ്പോർട്ടിംഗ് വാൽവുകളും ഒക്കെ അഴിച്ചുകൊണ്ടുപോയി. ഇത് അഴിച്ചുകൊണ്ടുപോയത് വളരെ വിദഗ്ധമായിട്ടാണ്. അതായത് അത് ആ ബാത്റൂമിലേക്ക് വരുന്ന വാൽവുകൾ കൃത്യമായി അടച്ച് അതിനുശേഷമാണ് ആ മോഷണം നടത്തിയത്. നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, ഈ വാൽവുകൾ എവിടെ ഇരിക്കുന്നു എന്നുള്ള കാര്യം സാധാരണ ഒരാൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് അതിന് ഫിറ്റിങ്. പക്ഷെ അത് കൃത്യമായി ആ വാൽവ് ബ്ലോക്ക് ചെയ്ത് വന്ന് ആ ബാത്റൂമിലെ എല്ലാ സാധനങ്ങളും മോഷണം പോയിരിക്കുകയാണ്. അതിന് പരാതി നേരിട്ട് അന്ന് തന്നെ കൊടുക്കുകയും പോലീസിനെ കൊണ്ടുവന്ന് അന്വേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പോയ സാധനങ്ങളുടെ കൃത്യമായൊരു കണക്കും അത് വീണ്ടും പോയത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയും ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പോയത് നമ്മൾ തിരിച്ചു പിടിക്കണം എന്നുള്ള നിർബന്ധമാണെങ്കിലും പോയ സാധനങ്ങൾ റീഫിറ്റ് ചെയ്ത് ഇനിയൊരു ആപത്തുണ്ടാകുന്ന സമയത്ത് നമുക്കൊരിക്കലും അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഉചിതമല്ലല്ലോ. അതുപോലെ തന്നെ ഇന്നലെ എടുത്തൊരു തീരുമാനം സാധിക്കുമെങ്കിൽ ഇത്തവണത്തെ പ്രോജക്റ്റിൽ നമ്മളതിന് മതിൽ കെട്ടി ഒരു സെക്യൂരിറ്റിയെ നിർത്തി സംരക്ഷിക്കണം എന്നുള്ള കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്.